വീണ്ടും വാർത്തയിലേക്ക്. CPM കയ്പമംഗലം വഞ്ചിപ്പുര ഫിഷറീസ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ വജ്രജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. വഞ്ചിപ്പുര കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ മുൻ MLA KU അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ കണ്ണ് കാണാൻ പറ്റാണ്ടാവുമ്പോൾ ബസ് നോക്കുമ്പോഴാണ് ഇരുട്ടായിരിക്കുന്നു, അപ്പൊ വീട്ടിൽ കയറും. അതുപോലെ സാഹചര്യങ്ങളുണ്ട്, സാഹചര്യത്തിനനുസരിച്ച് വളർന്നവരുണ്ട്, സാഹചര്യത്തിനനുസരിച്ച് വളരാത്തവരുണ്ട്. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, EMSനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ ഇവിടെ ഗോപാലകൃഷ്ണൻ ഗോഖലെയുണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്. എന്താ ഈ ആസാദ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ക്ലാസ്സുകൾ എടുക്കണം. നിന്റെ പേരെന്തുണ്ട്? ആസാദ്. നീ ആരുണ്ട്? ആസാദ്. നീ ഇപ്പൊ എവിടെന്നാ വരുന്നത്? ഞാൻ ആസാദ്. സ്വതന്ത്രനാണെന്ന് വേറൊരു വാക്കും പറയില്ല. തോക്കിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്, മുനയിൽ നിന്നിട്ട് നീ പറയുന്നത്. മര്യാദയ്ക്കുള്ള പേര് പറഞ്ഞാൽ, മര്യാദയ്ക്കുള്ള കാര്യം പറഞ്ഞു ക്ഷമ പറഞ്ഞാൽ വേണമെങ്കിൽ രക്ഷപ്പെടാം. ഇല്ല, ഞാൻ നിൽക്കുന്നില്ല. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പൊ എവിടെ ഉണ്ട്? ബേബിയെ, സുഭാഷ് ചന്ദ്രബോസ് ഇപ്പൊ എവിടെ ഉണ്ട്? കുഴിച്ചിട്ട് താൻ അറിയില്ലല്ലോ. എന്തായാലും മരിച്ചിട്ടുണ്ടാവുമെന്ന് ധരിക്കുക അല്ലെ, വയസ്സിന്റെ അനുസരിച്ച്. ഈ സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പറഞ്ഞ ആരാണ്, എവിടെയെന്ന് അറിയില്ല. അത് വലിയൊരു പ്രശ്നമല്ല. പക്ഷെ സുഭാഷ് ചന്ദ്രബോസ് മറ്റേ എവിടെയാ, ലങ്കയിലോ വെച്ചിട്ടുണ്ടോണ്ട്, അല്ലെങ്കിൽ സിംഗപ്പൂർ വെച്ചിട്ടാണെന്നൂടെ. KP കേശവമേനോൻ ഒരു വിശേഷം എഴുതുന്നുണ്ട്. BS ശക്തിധരൻ അധ്യക്ഷനായി. KK ബാബുരാജൻ, RK ബേബി, NK സുരേഷ്, TB സുരേഷ്, AV സതീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയ പുരസ്കാരം ലഭിച്ച പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് EK ബിജു, ഭാരതീയർ യൂണിവേഴ്സിറ്റി BBA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ PJ ലക്ഷ്മി, സംഗീത പ്രതിഭകളായ മുസമ്മിൽ കയ്പമംഗലം, അഹമ്മദ് നജാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഗാനസന്ധ്യ, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. SNDP യോഗം കയ്പമംഗലം ശാഖ വാർഷിക പൊതുയോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ സെക്രട്ടറി സുരേന്ദ്രൻ മാഷ, അതുപോലെ തന്നെ രാജൻ മാഷ്, രണ്ടാളും വളരെ ഊർജ്ജസ്വലമായിട്ട് ഓടി നടക്കുകയാണ്. ഒരു 10-23 വർഷം മുമ്പാണ്. എന്തിനായാലും ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ആ കാലഘട്ടത്തിൽ നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സ്വന്തമായിട്ട് കെട്ടിടങ്ങളുള്ള ശാഖകളിൽ കയ്പമംഗലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഏറ്റവും അധികം വന്നൊരു ശാഖ. പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ട് ഈ ശാഖ മന്ദീഭവിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ. കാരണം അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ വിവിധ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ആ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് സ്വന്തം സമുദായത്തേക്കാൾ, അല്ലെങ്കിൽ സമുദായ പ്രവർത്തനത്തേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാണ്, ഇതാണ് നമ്മുടെ തറവാട് എന്നുള്ള തിരിച്ചറിവില്ലാതെ രാഷ്ട്രീയക്കാരൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥ നമ്മളുടെ സമുദായത്തിൽ ഏറ്റവും കൂടുതലുണ്ടായി. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പലരും നമ്മുടെ ആളുകൾ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെ തമ്മിൽ മത്സരിക്കും. അതേസമയത്ത് അന്യ സമുദായക്കാർ അവരുടെ ഒരാളാണെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ടാണ് മത്സരിക്കുക. അവരുടെ ആള് എത്ര വൈരാഗ്യമുള്ളതായാലും ആരായാലും അവർ അസംബ്ലിയിലായാലും പാർലമെന്റിലായാലും പഞ്ചായത്തിലായാലും എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ജയിച്ചു പോകുമ്പോഴും നമ്മുടെ ആളുകൾ പുറന്തള്ളി പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, KK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശാഖാ പ്രസിഡന്റായി PG രാജീവിനെയും സെക്രട്ടറിയായി വനജ ശിവരാമനെയും തെരഞ്ഞെടുത്തു. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട 2 യാനങ്ങൾക്ക് ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് തുണയായി. ഇന്ന് പുലർച്ചെ 48 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട തത്വമസി എന്ന ഇൻബോർഡ് വള്ളം മോട്ടോർ ഫാനിൽ വല ചുറ്റി അപകടത്തിൽപ്പെടുകയായിരുന്നു. സഹായാഭ്യർത്ഥന ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ TT ജയന്തിയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് തൊഴിലാളികളെയും വള്ളത്തെയും കരയിലെത്തിച്ചു. മുനമ്പത്ത് നിന്നും 16 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട സാധ്വി എന്ന ഫിഷിംഗ് ബോട്ട് അഴിമുഖത്തിന് 3 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു. തുടർന്ന് ഇവരെയും റെസ്ക്യൂ ബോട്ട് കരയിലെത്തിച്ചു. മറൈൻ ASI ഷിജു, സീ ഗാർഡുമാരായ ഷിഹാബ്, അൻസാർ, പ്രസാദ്, ഫസൽ, സ്രാങ്ക് ജോയ്,
ഡ്രൈവർ റോക്കി എന്നിവർ 2 രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. പെരിഞ്ഞനം RMVHSS ഹയർ സെക്കൻഡറി വിഭാഗം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഫ്ലാഷ് മോബിൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥികളും കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ദിദി AD, കൊമേഴ്സ് വിഭാഗം അധ്യാപിക ശ്രീപ്രിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുമ്മായപ്പൊടി കൊണ്ട് ഗാന്ധിജിയുടെ ചിത്രം തീർത്ത് ഇടവലങ്ങ് സ്വദേശിയായ യുവാവ്. പുളിപ്പറമ്പിൽ ഫൈസലാണ് കുമ്മായപ്പൊടിയിൽ കളർ ചേർത്ത് ഗാന്ധിജിയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. 8 അടി നീളവും 5 അടി വീതിയിലുമാണ് വീടിനകത്ത് ഗാന്ധിജിയുടെ ചിത്രം വരച്ചത്. നേരത്തെ ചെറുപയർ കൊണ്ട് APJ അബ്ദുൽ കലാമിന്റെ ചിത്രം തയ്യാറാക്കിയത് ശ്രദ്ധ നേടിയിരുന്നു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പിൽ OXൽ വിൽപ്പനയ്ക്കായി പരസ്യം നൽകിയ ബൈക്ക് വാങ്ങാനെത്തി ബൈക്കുമായി കടന്നു കളഞ്ഞ കേസിലെ ബിരുദൻ അറസ്റ്റിലായി. KT ജലീലിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് ദേശാഭിമാനത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വരകളിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം വർഷിച്ച് കുരുന്നുകൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.